നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയം കീഴടക്കിയ BJP പ്രവർത്തകർക്ക്, പുതിയ മേയർക്ക്, ഡെപ്യൂട്ടി മേയർക്കൊക്കെ തന്നെ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു കത്ത് പങ്കുവച്ചിരിക്കുന്നു. തങ്കലിപിയിൽ തന്നെ കൊത്തിവെക്കപ്പെടേണ്ടത്, ചരിത്രത്തിൻ്റെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുന്നത്, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത അഭിനന്ദനം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതിയ മേയർ അഡ്വക്കേറ്റ് VV രാജേഷ് എത്രത്തോളം മാതൃകയാണ്, പുതുതലമുറയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും പഠിക്കാനുണ്ട്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെയാകണം എന്നുള്ള ഉത്തമ മാതൃക എന്നതടക്കമുള്ള പ്രശംസ പല കോണിൽ നിന്നും പലരും ഉയർത്തുന്നുണ്ട്. കാരണം ചുമതല ഏറ്റെടുത്ത് ഒരാഴ്ച പിന്നിടുന്ന സാഹചര്യത്തിൽ പലവിധ വിഷയങ്ങൾ തിരുവനന്തപുരം മേയർക്ക് മുന്നിലേക്കെത്തി, വിവാദ വിഷയങ്ങളുണ്ടായി, വൻ രാഷ്ട്രീയ കയ്യാങ്കളിക്കെത്തുന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ടായി എങ്കിൽ പോലും അതിനെയൊക്കെ തന്നെ തന്മയത്വത്തോടുകൂടി, വളരെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്തിരിക്കുന്നു. എതിരാളികളെ വെല്ലുവിളിക്കാതെ ഒപ്പം നിർത്തി കൊണ്ടുപോയി ജനങ്ങൾക്ക് വികസന മാതൃകകൾ സൃഷ്ടിക്കാനും ജനോപകാരപ്രദമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനുമുള്ള ഉത്തമ മാതൃകയായി നിലവിലെ മേയർ മാറിയിരിക്കുന്നു. മുൻ മേയറെ അപേക്ഷിച്ച് എന്തൊക്കെ വ്യത്യാസമുണ്ട് എന്നുള്ളത് ഓരോരുത്തരും എടുത്തു പറയുന്ന വിഷയമാണ്. രാഷ്ട്രീയ ഭേദമന്യേ എങ്ങനെ ആയിരിക്കണം ഒരു ജനപ്രതിനിധി എന്നതിൻ്റെ വ്യക്തമായ മാതൃകയാണ് നിലവിലെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് എന്നാണ് ഏവരും ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലൊരു തുറന്ന കത്താണ് കേരള ടൂറിസം വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള പ്രശാന്ത് വാസുദേവ് നായർ പങ്കുവച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പ് സൈബറിടത്തേറെ ശ്രദ്ധ നേടുന്നുണ്ട്. നിരവധി ആളുകൾ ഇതിനെ അനുകൂലിച്ച് രംഗത്ത് വരുന്നുണ്ട്. VV രാജേഷിൻ്റെ മാധ്യമ ഇടപെടലുകൾ കണ്ട് മുൻപ് പലപ്പോഴും പ്രശംസിച്ചു, ഇപ്പോൾ പ്രശംസിക്കാൻ ഒരുങ്ങുമ്പോഴും ഉള്ളിൽ ആശങ്കയുണ്ടെന്നും നാളെ ഈ പ്രശംസ ഒരുപക്ഷെ വിമർശനത്തിന് പോലും വഴിമാറിയേക്കുമെന്ന് പറഞ്ഞുകൂടിയാണ് ഈ കത്ത് ആരംഭിക്കുന്നത്. അദ്ദേഹം എടുത്തുകാട്ടുന്നത് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകരെ VV രാജേഷ് കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് മറുപടി നൽകുന്നത്, ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. ഏക്കും പോക്കുമില്ലാതെ സംസാരിക്കുന്ന പലരും ഇതിനു മുൻപുണ്ടായിട്ട് പോലും കൃത്യമായ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ച് വിലയിരുത്തി തൻ്റെ അഭിപ്രായം പറഞ്ഞ് വരും വരായികളെക്കുറിച്ച് മുൻകൂട്ടി കണ്ടുള്ള ഒരു രീതി തന്നെയാണ് VV രാജേഷ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് അവസാനിക്കുന്നത്. ആ കത്തിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: വിമർശനം സംഭവിക്കാതിരിക്കട്ടെ എന്ന് ആശിക്കുക മാത്രം ചെയ്യുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തി KSRTCക്ക് നൽകിയ 113 ബസ്സുകളുടെ കാര്യം താങ്കൾ തുടക്കത്തിലെ ജനങ്ങളോട് വ്യക്തമാക്കിയതാണ്. ബഹുമാനപ്പെട്ട KSRTC മന്ത്രിയോട് സംസാരിക്കുന്നതിനോ അദ്ദേഹത്തെ രേഖാമൂലം അറിയിക്കുന്നതിനോ മുമ്പ് ആ ബസ്സുകളെക്കുറിച്ചുള്ള സത്യാവസ്ഥ സമൂഹത്തെ അറിയിക്കാനും അതേപ്പറ്റിയുള്ള അഭിപ്രായം പറയാനുമുള്ള അവകാശം താങ്കൾക്കുണ്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. കാരണം താങ്കൾ ഒരു നഗരത്തിൻ്റെ മേയറാണ് എന്ന് തന്നെ. KSRTC മന്ത്രിയുടെ അഭിപ്രായ പ്രകടനത്തിന് മറുപടിയായി നടത്തിയ പത്രസമ്മേളനത്തിൽ താങ്കൾ വിഷയം നന്നായി പഠിച്ചാണ് എത്തിയത് എന്നത് ശ്രദ്ധേയം. ഇത്തരം പത്രസമ്മേളനങ്ങളിൽ കാര്യങ്ങൾ പഠിക്കാതെ എത്തുന്ന പുതുമുഖങ്ങൾക്ക് താങ്കൾ ഒരു മാതൃകയായി. 2 കാര്യങ്ങൾ താങ്കൾ ചെയ്തു. ഒന്ന്, അതേ സംബന്ധിച്ച ട്രൈ പാർട്ടി എഗ്രിമെന്റ് പകർപ്പ് താങ്കൾ പത്രസമ്മേളനത്തിൽ കൊണ്ടുവന്ന് അതിലെ വ്യവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചാണ് സംസാരിച്ചത്. അതിലെ വ്യവസ്ഥാ ലംഘനമാണ് താങ്കൾ ചൂണ്ടിക്കാട്ടിയത്. അതിന് ഉപോത്ബലമായി മുൻ മേയറുടെ FB പോസ്റ്റും താങ്കൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കരാർ പ്രകാരം പീക്ക് ടൈമിൽ 113 ബസ്സുകളും നഗരപരിധിയിൽ ഓടണം, അതിനുശേഷം മറ്റുള്ള സ്ഥലങ്ങളിലോടാം. അത് ലംഘിച്ചിരിക്കുന്നു. കോർപ്പറേഷനുമായി കൂടി ആലോചിച്ച് വേണം റൂട്ടുകൾ നിശ്ചയിക്കാനെന്നതും ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് കരാർ ചൂണ്ടിക്കാട്ടി താങ്കൾ പറഞ്ഞത്. ബസ്സുകൾ തിരിച്ചു ചോദിക്കുകയല്ല, മറിച്ച് കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് എന്ന് താങ്കൾ വ്യക്തമാക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനം ബസ്സിൻ്റെ റൂട്ട് മാത്രമല്ല, പ്രോഫിറ്റ്, റവന്യൂ ഷെയറിംഗ് കാര്യം കൂടിയാണ്. ആ ഇനത്തിൽ യാതൊന്നും ഇതുവരെ കോർപ്പറേഷൻ ലഭിച്ചില്ല എന്ന് താങ്കൾ ചൂണ്ടിക്കാട്ടി. സമാന ഫണ്ടിംഗ് ഭാവിയിൽ ലഭിച്ചാൽ ഈ അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ എന്തു ചെയ്യണമെന്ന് നിയമവിദഗ്ധരുമായി ആലോചിക്കുമെന്നും താങ്കൾ പറഞ്ഞു. ഈ ബസ്സുകൾ ഇടാൻ കോർപ്പറേഷന് സ്ഥലമുണ്ടെന്ന് വ്യക്തമാക്കി. സംസ്ഥാന സർക്കാരിനോടോ KSRTCയോടോ രാഷ്ട്രീയ യുദ്ധം പ്രഖ്യാപിച്ചില്ല എന്നുള്ളതിലാണ് ഇത്തവണ താങ്കൾ പ്രശംസ അർഹിക്കുന്നത്. മാത്രമല്ല, ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഭരണപരിചയവും രാഷ്ട്രീയ പരിചയവും ഒക്കെ താങ്കൾ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. അതാണ് രാഷ്ട്രീയത്തിൽ പാലിക്കേണ്ട സുജന മര്യാദ. പ്രത്യേകിച്ചും ഇത്തരം സ്ഥാനങ്ങളിൽ എത്തുമ്പോൾ അവിടെ വെല്ലുവിളിയല്ല വേണ്ടത്. 1-2 മാധ്യമ കുത്തിത്തിരിപ്പ് ചോദ്യങ്ങൾക്കും വ്യക്തമായ മറുപടി നൽകിയപ്പോൾ പിന്നീടൊന്നും ചോദിക്കേണ്ടി വന്നില്ല അവർക്കും. എൻ്റെ അഭിപ്രായത്തിൽ സിറ്റി സർവീസ് എന്ന് തന്നെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് കോർപ്പറേഷൻ നഗരപരിധിക്കുള്ളിൽ അതാത് കോർപ്പറേഷൻ തന്നെ നടത്തേണ്ടതാണ് എന്നാണ്. പക്ഷേ അതിനെക്കുറിച്ച് വ്യക്തമായ പഠനം തന്നെ വേണ്ടിവരും.
പ്രത്യേകിച്ചും സാമ്പത്തിക വിഷയത്തിലും കോർപ്പറേഷൻ അതിൻ്റെ ഓപ്പറേഷന് വേണ്ടി വരുന്ന സംവിധാനത്തിലും ആ ദിശയിൽ ഒരു ചർച്ച നടക്കാൻ കൂടി. ഈ വിഷയം കാരണമാകട്ടെ എന്ന് ആശിക്കുന്നു. മറ്റൊരു കാര്യം കൂടി, ഇതുപോലെ പാലിക്കപ്പെടാത്ത ധാരാളം കരാറുകൾ കോർപ്പറേഷനിലെ മേശപ്പുറങ്ങളിൽ ദീർഘകാലം ആലസ്യത്തിലാവും. എല്ലാത്തിനെയും ഒന്ന് ഉണർത്തിയെടുത്താൽ പല കരാർ ലംഘനങ്ങളും വ്യക്തമാകും. മേയർ പോലൊരു പദവിയിലെത്തുമ്പോൾ വ്യക്തി കെട്ടിലും മട്ടിലും മാറണമെന്ന് ഞാൻ എഴുതിയിരുന്നു. അക്കാര്യത്തിലും സന്തോഷമുണ്ട്. ഇത് മേയർ ഭക്തിയോ രാജേഷ് ഭക്തിയോ ഒന്നും തന്നെയല്ല. കാര്യങ്ങൾ നേർവഴിക്ക് ചലിക്കട്ടെ. നഗരഭരണയന്ത്രം ഞങ്ങൾ നഗരവാസികളുടെ അഭിവൃദ്ധിക്കായി ചലിക്കുക തന്നെ വേണം. നഗരത്തിനുള്ളത് നഗരത്തിന്, സംസ്ഥാനത്തിനുള്ളത് സംസ്ഥാനത്തിന്. നിറയട്ടെ പോസിറ്റിവിറ്റി പുതുവർഷത്തിലുമെന്ന് ആശംസിച്ചുകൊണ്ടാണ് ഈ കത്ത് അവസാനിക്കുന്നത്. ഈ കത്ത് നിലവിൽ വലിയ ചർച്ചകൾക്ക് വിധേയമായി മാറിയിരിക്കുകയാണ്. അതായത് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യണം. ഒരു വിഷയം അത് ആളിക്കത്തിക്കാനല്ല, മറിച്ച് അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. വിവാദമാക്കാതെ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനും ഇരുകൂട്ടർക്കും ലാഭമുണ്ടാകുന്ന രീതിയിൽ മുന്നോട്ട് പോകാനും വേണം ഇനി പ്രവർത്തിക്കേണ്ടത് എന്ന സൂചന കൂടിയാണ് ഇവിടെ മേയർ വി രാജേഷ് നൽകുന്നത്. അതേസമയം ഈ സാഹചര്യത്തിൽ തന്നെ മേയറായ വി രാജേഷിനും ഡെപ്യൂട്ടി മേയറായ ആശാനാഥിനും അഭിനന്ദനം അറിയിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തുന്നുണ്ട്. ഇരുവരും സ്ഥാനമേറ്റത് ചരിത്രത്തിൽ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു സംഭവമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളിൽ അപൂർവമായ വിജയം കൈവരിച്ച നമ്മുടെ പാർട്ടിയുടെ എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാരെയും അക്ഷീണമായി പ്രവർത്തിച്ച കാര്യകർത്താക്കളെയും ഞാൻ അഭിമാനപൂർവ്വം അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം മേയറെയും ഡെപ്യൂട്ടി മേയറെയും അഭിനന്ദിച്ചുകൊണ്ട് അയച്ച കത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം പറഞ്ഞത്. ഉത്സവങ്ങളുടെ മധുര സ്മരണകൾ പിന്നിലാക്കി 2026 എന്ന പുതുവർഷത്തിന്റെ വാതിൽപ്പടിയിൽ നിൽക്കുന്ന ഈ വേളയിൽ തിരുവനന്തപുരം എന്ന മഹാനഗരം സാക്ഷ്യം വഹിച്ച ഒരു ചരിത്ര മുഹൂർത്തം സ്മരണാർഹമാണെന്നും മോദി പറഞ്ഞു. മലയാളികളുടെ മനസ്സിൽ അഭിമാനത്തിന്റെ ഉജ്ജ്വല സ്ഥാനമേറ്റിരിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം. ശ്രീ പത്മനാഭസ്വാമിയുടെ ദിവ്യ സാന്നിധ്യം അലങ്കരിക്കുന്ന ഈ നഗരം കേരളത്തിന്റെ ഭരണഹൃദയമാണ്. ചിന്തകന്മാരെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും സാംസ്കാരിക മഹാരഥന്മാരെയും സംഗീതജ്ഞരെയും കവികളെയും ദാർശനികരെയും സന്യാസിമാരെയും വളർത്തിയെടുത്ത പുണ്യഭൂമിയാണിത്. അത്തരമൊരു നഗരത്തിന്റെ അനുഗ്രഹം നമ്മുടെ പാർട്ടിക്ക് ലഭിച്ചതിൽ ഞങ്ങൾ അതീവ വിനയത്തോടെയാണ് തലകുനിക്കുന്നത്. വികസിത തിരുവനന്തപുരം എന്ന നമ്മുടെ ദർശനം നഗരത്തിൻ്റെ എല്ലാ കോണുകളിലെയും സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലെയും ജനങ്ങളിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലുടനീളം നടപ്പിലാക്കിയ നഗരവികസന ശ്രമങ്ങളും ജനങ്ങൾ ആത്മാർത്ഥമായി വിലയിരുത്തുന്നതിൻ്റെ പ്രതിഫലനമാണ് ഈ അനുഗ്രഹം. ഈ നഗരത്തിലെ ജനങ്ങൾ പ്രകടിപ്പിച്ച സ്നേഹത്തിനും വിശ്വാസത്തിനും ഞാൻ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. കേരളത്തിലെയും ഇന്ത്യയിലുടനീളമുള്ള എണ്ണമറ്റ BJP കാര്യകർത്താക്കളുടെ വികാരങ്ങളെ പ്രതികരിച്ചുകൊണ്ട് ഞാൻ പറയുമ്പോൾ ഈ നേട്ടം എല്ലാവർക്കും അതിയായ ആനന്ദവും അളവറ്റ അഭിമാനവും പകരുന്നതാണ്. തിരുവനന്തപുരം ജനങ്ങളുടെ അനുഗ്രഹ ബലത്തിൽ കൈവരിച്ച ഈ വിജയം ഒരു യുഗാന്തരത്തിൻ്റെ തുടക്കമാണ്. ചരിത്രത്തിൻ്റെ നെഞ്ചിൽ സുവർണ ലിപിയിൽ കൊത്തിവെക്കപ്പെടേണ്ട ഒരു വലിയ നാഴികക്കല്ലാണ്. ദശകങ്ങളായി കേരളത്തിലെ BJP പ്രവർത്തകർ കഠിനമായ വഴികളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ നീണ്ട കാലഘട്ടം LDFും UDFും ആധിപത്യം പുലർത്തി. അവരുടെ ദുർഭരണത്തിൻ്റെ അടയാളങ്ങൾ ജനജീവിതത്തിൽ വ്യക്തമായി പ്രതിഫലിച്ചിട്ടുണ്ട്. അഴിമതിയും ക്രൂരമായ രാഷ്ട്രീയ ഹിംസയും വളർത്തിയെടുത്ത ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് ഈ മുന്നണികൾ സംസ്ഥാനത്ത് പടർത്തിയത്. അത് കേരളത്തിൻ്റെ സാംസ്കാരിക ആത്മാവിനും മൂല്യബോധത്തിനും വിരുദ്ധമാണ്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളെയും ശത്രുതയെയും ക്രൂരമായ അക്രമങ്ങളെയും അതിജീവിച്ച് നമ്മുടെ കാര്യകർത്താക്കൾ അചഞ്ചലമായി നിലകൊണ്ടു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ നിർഭയമായി ഉയർത്തിക്കാട്ടി. ഇന്ത്യ ഫസ്റ്റ് എന്ന ആശയധാരയും പാർട്ടിയുടെ പതാകയും ധൈര്യത്തോടെ ഉയർത്തിപ്പിടിച്ചു. ശബ്ദമുയർത്താൻ വില കൊടുക്കേണ്ടി വന്നപ്പോഴും അവർ ജനങ്ങളുടെ ആകാംക്ഷകൾക്കായി പിന്നോട്ടില്ലാതെ മുന്നേറി. ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത അനേകം സഹപ്രവർത്തകരുണ്ടെങ്കിലും അവരുടെ ആത്മീയ അനുഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പം നിലകൊള്ളുന്നുണ്ടെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. കേരളത്തിൻ്റെ തലസ്ഥാനത്ത് നമ്മുടെ പാർട്ടിക്ക് ലഭിച്ച ഈ വിജയം സംസ്ഥാനത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങളും സ്ത്രീകളും ഒരു പുതിയ പുലരിക്കായി സജ്ജരായിരിക്കുകയാണ് എന്നതിൻ്റെ ശക്തമായ സന്ദേശമാണ്. ദേശീയതയെ ആധാരമാക്കിയെങ്കിലും ആരെയും പുറന്തള്ളാത്ത രാഷ്ട്രീയം, അഴിമതിയില്ലാത്ത വികസനം, തൃപ്തീകരണ രാഷ്ട്രീയം ഒഴിവാക്കിയ ഭരണ നൈപുണ്യം ഇവയെല്ലാം ഒന്നിച്ചു ചേരുന്ന ജനങ്ങളുടെ യഥാർത്ഥ തിരഞ്ഞെടുപ്പായി ഇന്ന് BJP NDA ഉയർന്നു വരികയാണ്. ഡൽഹിയിൽ സുഹൃത്തുക്കളും കേരളത്തിൽ എതിരാളികളും എന്ന നിലയിൽ LDFും UDFും നീണ്ടകാലമായി കളിച്ചു വരുന്ന ഈ നിശ്ചിത മത്സരം ഉടൻ അവസാനിക്കാനിരിക്കുകയാണ്. തകർന്ന വാഗ്ദാനങ്ങളുടെ ചങ്ങലയിൽ നിന്നും മോചിതനാകാൻ കേരളം ആഗ്രഹിക്കുന്നു. നിസ്വാർത്ഥ
സേവനം ദൈവാനുഗ്രഹം നേടുമെന്നായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ ഉറച്ച വിശ്വാസം. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും മറ്റുള്ളവരുടെ നന്മയ്ക്കായിരിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ദരിദ്രരും പിന്നോക്കമുള്ളവരും കരുതലും സംരക്ഷണവും നൽകേണ്ടതിൻ്റെ അനിവാര്യത മഹാത്മാ അയ്യങ്കാളി ശക്തമായി മുന്നോട്ട് വെച്ചു. മനുഷ്യവേദന ശമിപ്പിക്കലിനെയും സ്ത്രീ ശാക്തീകരണത്തെയും കുറിച്ച് ശ്രീ മന്നത്ത് പത്മനാഭൻ ഉണർത്തിയ ചിന്തകൾ കേരളത്തിൻ്റെ സാമൂഹിക പുനർജനത്തിൻ്റെ വഴികാട്ടികളാണ്. ഈ മഹത്തായ മൂല്യങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് നിങ്ങളും നിങ്ങളുടെ സംഘവും നഗരത്തെ സേവിക്കാൻ സമ്പൂർണ്ണ സമർപ്പണത്തോടെ മുന്നോട്ട് വരുമെന്ന് ഞാൻ ഉറപ്പോടെ വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് കൂടുതൽ ജീവിത സൗകര്യം ഉറപ്പാക്കുന്ന ഭരണ സംവിധാനമാണ് നിങ്ങൾ രൂപപ്പെടുത്തുക. വീണ്ടും ഒരിക്കൽ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുന്നു. വിനയത്തോടെയും കരുണയോടെയും ദൃഢനിശ്ചയത്തോടെയും മികച്ച ഭരണം നിങ്ങളും നിങ്ങളുടെ സംഘവും കാഴ്ചവെക്കട്ടെ എന്ന് പ്രധാനമന്ത്രി കത്തിലൂടെ ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.